മലയാളത്തിലെ പ്രശസ്ത നിരൂപക എം ലീലാവതി ടീച്ചർ തന്റെ 98ാമത്തെ വയസ്സിൽ ജന്മദിനം ആശംസിക്കാൻ വീട്ടിലെത്തിയ ആളുകളോട് ചില വാക്കുകൾ പറയുകയുണ്ടായി. വിശപ്പിന്റെ ഉലയിൽ കിടന്ന് കുടൽ കത്തിമണക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് എനിക്കെങ്ങനെ ഭക്ഷണം തൊണ്ടയിൽ നിന്നിറങ്ങും. ഇതായിരുന്നു അവരുടെ വാക്കുകൾ. ഗസയിൽ മരിച്ചു വീഴുന്ന നിരവധി കുഞ്ഞുങ്ങൾക്കൊപ്പം അവരോട് അനുതാപപൂർവ്വം അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ ദുഃഖങ്ങളിൽ, യുദ്ധത്തിന്റെ കെടുതികളെക്കുറിച്ച് ഏറ്റവും വ്യാധിയോടുകൂടി, ഗദ്ഗദത്തോടുകൂടി അവർ ഇങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ സൈബർ ലോകത്ത് കടുത്ത രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വന്നു എം ലീലാവതി. പിറന്ന മണ്ണിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ സാഹചര്യത്തിലൂടെയാണ് ഗസയിലെ ആളുകൾ കടന്നു പോകുന്നത്. ഗസയിലെ മനുഷ്യക്കുരുതിക്കെതിരെ, കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല നടത്തുന്നതിനെതിരെ മനസാക്ഷിയുള്ളവരെല്ലാം പ്രതികരിച്ചു കഴിഞ്ഞു. ആ പ്രതികരണം ലോകത്ത് ലഭ്യമാണ്. കരയുദ്ധം ആരംഭിച്ച ശേഷം ദുരന്തമുഖത്ത് കഴിയുന്ന ഗസയുടെ നിലവിളി ലോകം കേൾക്കുകയാണ്. ലീലാവതി ടീച്ചറുടെ പ്രതികരണം ചിലരെ അസ്വസ്ഥരാക്കി. മാധവിക്കുട്ടി മതം മാറി കമലാ സുറയ്യായി കടവന്തറയിലെ ഫ്ളാറ്റിൽ കഴിയുമ്പോൾ അവർക്ക് ഊമക്കത്തുകൾ എഴുതുകയും ഭീഷണി മുഴക്കുകയും ടെലഫോണിലൂടെ അസഭ്യവർഷം നടത്തുകയും അവസാനം അവർ കേരളം വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായി. അതേ വെറുപ്പിന്റെ ഉപജ്ഞാതാക്കൾ ഇന്ന് ലീലാവതി ടീച്ചർക്കെതിരെ ഏറ്റവും വലിയ വെല്ലുവിളിയുമായി, ഭീഷണിയുമായി രംഗത്ത് വരികയുണ്ടായി. കടുത്ത യാഥാസ്ഥിക കാലത്തോടും വ്യവസ്ഥിതിയോടും ദൈക്ഷണിക പോരാട്ടമൊരുക്കി കനൽ പദങ്ങൾ കടന്നു വന്ന ആളാണ് എം ലീലാവതി ടീച്ചർ. സാമ്പത്തിക സാമുദായിക പ്രമാണിമാരോട് മുഖത്ത് നോക്കി പറയാൻ അവർ ഒരിക്കലും അറച്ചു നിന്നിട്ടില്ല. അധികാരിവർഗത്തോട് കലഹിച്ച് തന്റെ സാംസ്കാരിക ബോധം പലപ്പോഴും പ്രകടിപ്പിച്ച വ്യക്തിയാണ് ലീലാവതി ടീച്ചർ. വർഗീയവാദികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവരുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാൻ അവർ തയ്യാറായില്ല. ഹീനമായ ആൾക്കൂട്ട ആക്രമണത്തിനിടയിലും അവർ സധൈര്യം പ്രഖ്യാപിക്കുകയുണ്ടായി, കുഞ്ഞുങ്ങൾക്ക് ജാതിയും മതവുമില്ല, കുഞ്ഞുങ്ങൾ മാത്രമാണ്, അവരുടെ അച്ഛനമ്മമാർ ആരെന്ന് ഞാൻ ആലോചിക്കാറില്ല. ധീരമായ വാക്കുകളിലൂടെ ചെറുത്തുനിൽപ്പിന്റെ വേദനിക്കുന്ന, കൊല്ലപ്പെടുന്ന എല്ലാ മനുഷ്യർക്കൊപ്പവും നിൽക്കാൻ തനിക്ക് കഴിയും എന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. എല്ലാവിധ വെല്ലുവിളികളും ഭീഷണിയും അതിജീവിച്ചാണ് കാലമത്രയും കടന്നു പോകുന്നത് എന്ന് ധീരമായി പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ അപരവിദ്വേഷവും നുണകളും പ്രചരിപ്പിക്കുന്ന വെറുപ്പിന്റെ ഉപജ്ഞാതാക്കളുടെ മുഖത്തു നോക്കി ധീരമായി പ്രതികരിക്കാൻ അവർ സന്നദ്ധയായി. സൈബർ ആക്രമണത്തിലൂടെ അവരെ നിശബ്ദയാക്കാം എന്നായിരുന്നു സംഘപരിവാർ കരുതിയത്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് പാടിയ വൈലോപ്പിള്ളിയുടെ അതേ നാട്ടിൽ പട്ടിണി കൊണ്ട് പിടഞ്ഞു മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദയനീയ ചിത്രങ്ങൾക്കടിയിൽ സ്മൈലി ഇമോജിയിട്ട് ആനന്ദ നൃത്തം ചവിട്ടുന്ന അഭിനവ ഡ്രാക്കുളമാർ, നെതന്യാഹുമാർ കേരളത്തിലും മലയാളത്തിലും ഉണ്ട് എന്നത് നമ്മെ ഭീതിപ്പെടുത്തേണ്ടതാണ്. അത് കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.